തുളസീദാസ് ഹനുമാൻ ചാലീസ ആരംഭിക്കുന്നത് തൻ്റെ ഗുരുവിൻ്റെ കൃപയ്ക്കായി പ്രാർത്ഥിച്ചുകൊണ്ടാണ്. ശ്രീ ഗുരു ചരണ സരോജരജ. ശ്രീ ഗുരു, ഇവിടെ ശ്രീ എന്ന വാക്കുകൊണ്ട് രാമായണത്തിൻ്റെ ജഗദീശ്വരിയായ പ്രധാന ഗുരുവായ സീതാമാതാവിനെയാണ് പരാമർശിക്കുന്നത്. കാരുണ്യത്തിൻ്റെയും കൃപയുടെയും മൂർത്തിയാണ് ദേവി. സീതാമാതാവ് വെറുമൊരു ഗുരു മാത്രമായിട്ടല്ല, മറിച്ച് ഒരു ഗുരുവാകാൻ യോഗ്യതയുള്ളവരെ അതിനായി കെൽപ്പുള്ളവരാക്കി മാറ്റുമെന്നാണ് പറയുക. ആ ഗുരുവിൻ്റെ പാദധൂളിക്കായിട്ട് തൻ്റെ മനസ്സിൻ്റെ മാലിന്യം അകറ്റാനായിട്ട് അപേക്ഷിക്കുകയാണ് അദ്ദേഹം. നിജമനമുകുരസുധാരി, തൻ്റെ നയനങ്ങളും മനസ്സാകുന്ന കണ്ണാടിയും വൃത്തിയാക്കി അതിലൂടെ എനിക്ക് രാമനെ കാണാൻ കഴിയണേ, അതിനുവേണ്ടി സഹായിക്കാൻ അപേക്ഷിക്കുകയാണ്. സദ്ഗുരുവിൻ്റെ പാദധൂളി സ്വീകരിക്കുക എന്ന് പറഞ്ഞാൽ വളരെ എളിമയോടുകൂടി നമ്മൾ നമ്മുടെ ഗുരുവിനെ സേവിക്കുക എന്നാണ് പറയുക. ഗുരുവിനെ സേവിക്കുന്നതിനുള്ള പ്രധാന മാർഗം ഗുരുവിൻ്റെ മൊഴികൾ വളരെ ശ്രദ്ധയോടുകൂടി കേൾക്കുക, അത് നമ്മുടെ ജീവിതത്തിൽ പകർത്തുക. വർണ്ണവും രഘുവര വിമലജസ്. ഗുരുവിൻ്റെ മൊഴികളിലൂടെ അദ്ദേഹം കേൾക്കുന്നത് ശ്രീരാമൻ്റെ കീർത്തനങ്ങളാണ്. ശ്രീരാമൻ്റെ കീർത്തി വർദ്ധിപ്പിക്കാനായിട്ടാണ് ഹനുമാൻ്റെ എല്ലാ കർമ്മങ്ങളും നമുക്ക് കാണാൻ സാധിക്കും രാമായണത്തിൽ. രാമനെ സ്തുതിക്കുമ്പോൾ ഹനുമാനും, ഹനുമാനെ സ്തുതിക്കുമ്പോൾ ശ്രീരാമനും ആനന്ദിക്കുന്നു എന്നാണല്ലോ പറയാം. അതുകൊണ്ട് തന്നെ ഭഗവാന്റെ ദാസനായ ഹനുമാനെ സ്തുതിക്കുന്നതിലൂടെ സീതാമാതാവിൻ്റെയും ശ്രീരാമൻ്റെയും കൃപയുണ്ടാകും എന്ന പ്രതീക്ഷയിലാണ് അദ്ദേഹം. ഭഗവാന്റെ ഭക്തൻ്റെയും ഒക്കെ സ്തുതികൾ കേൾക്കുമ്പോൾ നമ്മൾ മനുഷ്യജന്മത്തിൽ പരമമായ 4 പുരുഷാർത്ഥങ്ങൾ നേടും എന്നാണ് ശ്രീ തുളസീദാസ് പറയുന്നത്. ഹനുമാൻ ചാലീസയ്ക്ക് വ്യാഖ്യാനം രചിച്ച ശ്രീ രാമഭദ്രാചാര്യർ പറയുന്നത് 4 പുരുഷാർത്ഥങ്ങൾ എന്ന് പറയുന്നത് ഭൗതികനായ ഒരു ഭക്തന് ധർമ്മം, അർത്ഥം, കാമം, മോക്ഷം ഇവയാണ് ലക്ഷ്യം. ഇതല്ല എന്നുണ്ടെങ്കിൽ രണ്ടാമത്തത് മുക്തി ആഗ്രഹിക്കുന്നവരായിരിക്കും. അതും 4 തരത്തിലാണ്: സാലോക്യമുക്തി, സാമീപ്യമുക്തി, സായൂജ്യമുക്തി, സാരൂപ്യമുക്തി. ഇതിലേതാണോ അതിലൊന്നായിരിക്കും ഭക്തൻ സെലക്ട് ചെയ്യുക. അതുപോലെ ഭക്തിയല്ലാതെ മറ്റൊന്നും തനിക്ക് വേണ്ട എന്ന് കരുതുന്ന ഒരു ഭക്തനാവട്ടെ ഭഗവാനോടുള്ള ഭക്തി വളർത്താൻ ആവശ്യമായ ധർമ്മം, ജ്ഞാനം, യോഗം, ജപം ഇവ മാത്രമായിരിക്കും ജീവിത ലക്ഷ്യം. അങ്ങനെ ഇതിലേതാണോ ജീവിത ലക്ഷ്യമായി കണ്ടുവരുന്നത്, ഓരോരുത്തർക്കും ഓരോ രീതിയായിരിക്കുമല്ലോ, ഓരോരുത്തരുടെ ജീവിത രീതി അനുസരിച്ചിട്ട് ലക്ഷ്യങ്ങളും വ്യത്യസ്തമായിരിക്കുമല്ലോ. അപ്പം നമ്മൾക്ക് ഇതിലേതാണോ വേണ്ടത് അതിനു വേണ്ടി നമുക്ക് ഹനുമാനെ അഭയം പ്രാപിക്കാം. ഹനുമാൻ ചാലീസ ജപിക്കുന്നതിലൂടെ നമ്മുടെ ലക്ഷ്യം എന്താണോ അവിടേക്ക് നമുക്ക് എത്തിച്ചേരാം എന്നാണ് അദ്ദേഹം പറയുന്നത്.